ചില ആൾക്കാർ പെട്ടെന്ന് തന്നെ റിലേഷൻഷിപ്പിലാകും, കുറച്ച് കഴിയുമ്പോൾ ബ്രേക്കപ്പ് ആകും, ബ്രേക്കപ്പ് കഴിയുമ്പോൾ അപ്പൊ തന്നെ വേറെ ആൾക്കാരായിട്ട് അറ്റാച്ച്ഡ് ആകും. എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ന് ഒരുപാട് ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ലോൺലിനെസ്. ലോൺലി ആയിരിക്കുന്ന സമയത്ത് ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുകയാണെങ്കിൽ ആ വ്യക്തി ഇവർക്ക് ഒരുപാട് അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ ലോൺലി ഫീലിംഗ് പെട്ടെന്ന് പോകും. ആ സമയത്ത് ഇവരുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആ പുതിയ വ്യക്തിയോട് ഒരു സ്പാർക്ക് തോന്നും. ഈ സ്പാർക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ച് ആ വ്യക്തിക്ക് ഇവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും, ഒരുപാട് നേരം സംസാരിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, അനാവശ്യമായ ഒരുപാട് പ്രോമിസസുകൾ കൊടുക്കാൻ തുടങ്ങും. പക്ഷേ ഒരു 3 to 6 months കഴിയുമ്പോൾ ഇവരോട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു പുതുമയും ഇല്ലാതെയാകും. അപ്പൊ പതുക്കെ പതുക്കെ പുതിയ ആളെ ബോറടിക്കാൻ തുടങ്ങും. എനിക്ക് ഇയാളോട് ഫീലിങ്സ് എല്ലാം പോയി എന്ന് തോന്നാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ പുതിയ ആളോടുള്ള അറ്റാച്ച്മെന്റ് കുറയ്ക്കുകയും അവരെ ഉപേക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഈ ലോൺലിനെസ് എവിടെയും പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് വേറെ ആൾക്കാരിൽ ഈ സ്പാർക്ക് അന്വേഷിച്ച് ഇവർ പോകാൻ തുടങ്ങും. അങ്ങനെ ഒരാളിൽ നിന്ന് വേറെ ആളിലേക്ക് ഇവർ പോയിക്കൊണ്ടേയിരിക്കും. ഈ ലോൺലിനെസ് ഒരിക്കലും പോവാതെ നിങ്ങൾ ഒരാളിലും സാറ്റിസ്ഫൈഡ് ആയില്ല. വെറും ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നിങ്ങൾ കൊടുത്ത പ്രോമിസസുകൾ, നിങ്ങൾ കാണിച്ച അഫെക്ഷൻ, നിങ്ങളെ വിശ്വസിച്ച നിങ്ങളുടെ പാർട്ട്ണറെ ലോൺലി ആക്കിയിട്ടുണ്ടാവും. അത് അവർ ഒരുപാട് ഇമോഷണലി തകർക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ലോൺലി ആയതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയോ ജസ്റ്റ് ഫീലിങ്സ് പോയതുകൊണ്ട് ഒരാൾ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്.